ഹരി ഓം നമഃ ശിവായ. എല്ലാ സനാതന സാരഥികൾക്കും ശ്രീ ശങ്കര ഡിവോഷണൽ സെഗ്മെൻറ്റിലേക്ക് എളിയവൻ്റെ വലിയ സ്വാഗതം. നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യുന്നതിന് ആഗ്രഹിക്കുന്ന വിഷയം ബഗളാമുഖി മഹാമന്ത്രം. കാര്യത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒന്ന് പറഞ്ഞോട്ടെ. പ്രശ്നങ്ങൾ അറിയണം, ജാതകത്തിലെ കാര്യങ്ങളൊക്കെ അറിയണം, ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളെ അറിയണം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ എന്താണ് ദോഷം, എന്താണോ ഞങ്ങളുടെ അവസ്ഥ എന്നുള്ള കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ഫോൺ നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സാപ്പിൽ ഒരു വോയിസ് ഇട്ടാൽ മതി. അതിൽ പേരോ നാളോ വീട്ടുംപേരോ സ്ഥലപ്പേരോ ഒന്നും പറയണ്ട. സ്വാമി, എൻ്റെ കാര്യങ്ങൾ എനിക്കറിയണം എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഞാനപ്പോൾ ഒഴിവുള്ള സമയത്ത് അതിനുള്ള മറുപടി തന്നോളാം. അത് ഭഗവതി നമുക്ക് ഒരു ഇൻഡ്യൂഷൻ തരുന്നതനുസരിച്ച് ഞാൻ പറയുന്നതാണ്. അത് 99% ശരി തന്നെയായിരിക്കും, ഒരു സംശയം വേണ്ട. ഇനി ഇന്നത്തെ കാര്യത്തിലേക്ക് കടക്കാം. ബഗളാമുഖി മന്ത്രം ഉപാസന ചെയ്യുന്നതിന് വേണ്ടിയാണ് പ്രത്യേകിച്ച് ഞാനിവിടെ ഊന്നൽ കൊടുക്കുന്നത്. ഇനി നമുക്ക് പ്രത്യേകിച്ച് ഒരു ആവശ്യം മാത്രം മുന്നിൽ കണ്ടുകൊണ്ടാണ് ചൊല്ലുന്നതെങ്കിൽ ഒരു 36 ദിവസം ദേവിയുടെ മന്ത്രം ചൊല്ലുക. അത് ഇതേപോലെ തന്നെ നിവേദ്യക്രിയകളൊന്നും വേണ്ട. ആദ്യത്തെ ദിവസം മാത്രം ഒരു നിവേദ്യം വെച്ച്, ശുദ്ധമായ ഒരു നിവേദ്യം വെച്ച് ഉപാസിക്കുക. അതൊരു 36 ദിവസം ചൊല്ലുക. അമ്മയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭക്തനെ പരിപാലിക്കുന്ന കാര്യത്തിൽ യാതൊരുവിധ വീഴ്ചയും ഉണ്ടാവില്ല. നമ്മളുടെ എന്താണ് ആവശ്യം, ധനപരമായ ആവശ്യമാണോ, അല്ലെങ്കിൽ ശത്രുദോഷങ്ങളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളാണോ, അല്ലെങ്കിൽ സമീപവാസികളിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളാണോ, അല്ലെങ്കിൽ കിടന്നുറങ്ങാൻ പറ്റാത്തൊരവസ്ഥൻ്റെ വീട്ടിൽ ഭൂതദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിലോ, ഇത്തരങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ ഏതും ആവട്ടെ, അമ്മയുടെ ചരണങ്ങളിൽ അഭയം പ്രാപിക്കുക. ഈ മന്ത്രം നമ്മൾ ഉപാസകരാണ് തിരഞ്ഞെടുക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും പിന്നെ നിർത്തരുത്. പല ഗുരുക്കന്മാരും വന്ന് അത് നിർത്തിക്കോ ഇത് നിർത്തിക്കോ എന്നൊക്കെ പറയുമെങ്കിലും ഒരു കാരണവശാലും നിർത്താൻ പറ്റില്ല. നമ്മളൊരു ആവശ്യം പറഞ്ഞ് 36 ദിവസം ചൊല്ലാം, 21 ദിവസം ചൊല്ലാം, അതൊന്നും കുഴപ്പമില്ല. അത് നമ്മൾ ബിഫോർ അമ്മോട് പറയണം, ഇങ്ങനെ സംഭവത്തിന് വേണ്ടിയാണ്, അമ്മയുടെ അനുഗ്രഹം എനിക്ക് വരണം, സകല ശത്രുദോഷങ്ങളും ഉച്ചാരണം ചെയ്തു തരണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചെയ്യാം. അതല്ല, ഉപാസന എടുത്താൽ അതിഗംഭീരമായിട്ടുള്ള ഐശ്വര്യഭിവൃദ്ധികളും ശത്രുക്കൾ നിശേഷം ഇല്ലാതാക്കുന്ന ഒരു മഹാദേവി തന്നെയാണ് ബഗളാമുഖി. ബഗളാമുഖി അമ്മേനെ നമ്മൾ ശരണം പ്രാപിച്ച് നമ്മുടെ ഉപാസനാ ചക്രങ്ങളിലൂടെ കൊണ്ടു നടന്നാൽ ജീവിതം ഉറപ്പായി നമ്മൾക്ക് ഐശ്വര്യപൂർത്തി തരും. ഇനി അമ്മയുടെ ഈ കോപത്തിന് ഇര വന്നാൽ, അതായത് കുറച്ച് നാൾ ചൊല്ലി പിന്നെ നിർത്തിക്കഴിഞ്ഞാൽ ജീവിതമാകുന്ന ദാമ്പത്യം ഒരിക്കലും ഉണ്ടാവില്ല. വയറു സംബന്ധമായ അസുഖങ്ങൾ ഒഴിയില്ല. സകല ജനങ്ങളുമായി വഴക്കിനും വയ്യാവേലിക്കും ഇടവരും. അപ്പോൾ ഉപാസന ഏറ്റെടുക്കുന്ന ആൾക്കാരാണെങ്കിൽ പരമാവധി എടുക്കാതിരിക്കുക. എടുത്തു കഴിഞ്ഞാൽ വലിയ കാര്യങ്ങളിലൂടെ ഒന്നും കടന്നു പോകാതെ നിത്യം 21 ചൊല്ലാന്നോ, ഉപാസന ചക്രം അതായത് അക്ഷരലക്ഷം ജപിക്കണം. അത് ഗുരുപദേശം വേണം ഈ മന്ത്രങ്ങളൊക്കെ എടുക്കണമെങ്കിൽ. അപ്പം നമ്മൾ ഈ മന്ത്രം എടുക്കുമ്പോൾ
ഏതെങ്കിലും തരത്തിൽ പിഴവുകൾ വരാതിരിക്കാൻ, അഥവാ വന്നാൽ തന്നെ ഗുരു അതിനെ തടഞ്ഞുകൊണ്ട് നമ്മളെ രക്ഷിക്കുമെന്നാണ് അതിൻ്റെ ഐതിഹ്യം. അപ്പം അമ്മയെ നമ്മൾ പ്രാപിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ഉന്നതിയും ഐശ്വര്യപൂർത്തിയൊക്കെ വരും. അപ്പോൾ തുടങ്ങുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിത്യം കൊച്ചു ഒരു സംഖ്യ ചൊല്ലിത്തുടങ്ങിയാൽ മതി. ഫസ്റ്റൊക്കെ തുടങ്ങുമ്പോൾ വലിയ വലിയ സംഖ്യകളൊക്കെ മുടങ്ങിക്കഴിഞ്ഞാൽ അമ്മ ഒരു നിലയ്ക്കും സമ്മതിക്കില്ല. അപ്പം അത് ഞാൻ മുൻകൂട്ടി ഓരോ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ നിങ്ങളോട് ഞാൻ പറയുകയാണ്. ഇനി അമ്മ എന്ന് പറയുന്നത് യക്ഷി സംബന്ധമായ ഒരു ദേവതയാണ്. ഒരു യക്ഷി ഗണത്തിൽപ്പെട്ട ഒരു ദേവതയാണ്. അപ്പോൾ ഭക്തന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും ന്യായം മര്യാദ ഒന്നും നോക്കാതെ അമ്മ നടത്തി കൊടുക്കും. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. നമ്മുടെ കയ്യിൽ തീക്കൊള്ളിയാണ് ഇരിക്കണേന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ചെയ്യാവൂ. അറിയാതെ പുറം മാന്തി പോകരുത്. അത് സർവത്ര നാശം തന്നെ വിതയ്ക്കും. ഞാൻ മന്ത്രത്തിലേക്ക് കിടക്കാം. നമ്മൾ മൃഗമുദ്ര പിടിച്ചുകൊണ്ട് നാരദ ഋഷി, ഗായത്രി ചന്ത, ബഗളാമുഖി ദേവത. ചിലർ ബഗളാമുഖി എന്ന് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ബഗളാമുഖിയാണെന്നുള്ള വാദം നടക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ സംരക്ഷണത്തിനും ജോലി സംബന്ധമായ ശത്രുദോഷങ്ങളൊക്കെ തീർക്കാൻ അത്യുന്നത മൂർത്തിയാണ് ബഗളാമുഖി. അമ്മയുടെ ധ്യാനം ചൊല്ലാം. ഓം പീയൂഷാദധി മധ്യചാരുവിലസദ്രം ജ്വാലമണ്ഡപേ ശ്രീസിംഹാസനാമധ്യപതിംഗ രിപുപ്രേതാസനദംസിനി സ്വർണാഭാംഗരപീതാര്യസനാം ബ്രഹ്മ്യൽ ഗദാം ബിഭ്രതിം യസ്ത്വാവശ്യം തസ്യ യാന്തി വിലയം സദ്യോംബ സർവപദാഃ. ഓം ഹ്ലീം ബഗളാമുഖി സർവദുഷ്ടാനാം വാചം മുഖം പദം സ്തംഭയാ ജിഹ്വാം കീലയാ ബുദ്ധിം വിനാശായ സ്വാഹ. അമ്മയുടെ മന്ത്രം എത്ര ഉരുവാണോ നിങ്ങൾ തിരഞ്ഞെടുക്കുന്നതെങ്കിൽ, ഒരാവശ്യം പറഞ്ഞിട്ടാണെങ്കിൽ 36 ദിവസം എന്തായാലും എടുക്കണം. അതാണ് അതിൻ്റെ ഒരു ചക്രം. ഒരു ദിവസം 3 ധ്യാനം ചൊല്ലുക, 36 തവണ മന്ത്രം ചൊല്ലി നമ്മുടെ കാര്യങ്ങൾ പറയുക. അതല്ല ഉപാസന എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ ഇതുപോലെ തന്നെ അക്ഷരലക്ഷം, ഇതിൽ എത്ര മന്ത്രമുണ്ടോ, എത്ര അക്ഷരങ്ങളുണ്ടോ അത്രയും ലക്ഷം നമ്മൾ ജപിക്കണം എന്ന് പറയാം. അപ്പോൾ ഓരോ അക്ഷരത്തിനും ഓരോ ലക്ഷം വെച്ച് ജപിക്കണം. ഇതാണ് ഇതിൻ്റെ ചക്രം. ഇത് ഗുരുപദേശമാണെങ്കിൽ വളരെ വിശേഷവും. തർപ്പണം, പ്രോഷണം, ഹവനം ഒക്കെ ചെയ്യണം. അതിൻ്റെ രീതികൾ എന്തായാലും ഈ മന്ത്രങ്ങളൊക്കെ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്താൽ ഹൈ പൊസിഷനിൽ ഇരിക്കുന്ന ഒരവസ്ഥ നിങ്ങൾക്കുണ്ടാവും. സകല ശത്രുക്കളും നശിക്കുന്നതായി കാണാൻ പറ്റും. നിങ്ങളെ ആരാണോ ശത്രുവായി കാണുന്നത് അവർ സ്വാഭാവികമായി കീഴ്പോട്ട് പോകും. ഇത്രയും കാര്യങ്ങൾ വളരെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ സജ്ജനങ്ങൾക്കും സനാതന സാരഥികൾക്കും ഇവിടുത്തെ അമ്മയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് വിലപ്പെട്ടതാണെന്ന് തോന്നുന്നുവെങ്കിൽ അടിയൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അടിയനെ പ്രോത്സാഹിപ്പിക്കണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. എല്ലാവരെയും കുടുംബ പരദേവതയായിരിക്കുന്ന കൊടും മഹാഭദ്രകാളി അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. ഹരി ഓം.
നമഃ ശിവായ.